മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 90-ാം സങ്കീർത്തനം 12-ാം തിരുവചനത്തിൽ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വളരെ അർത്ഥവത്തായ പ്രാർത്ഥനയാണിത്. പ്രത്യേകമായി സ്തുതി ആരാധനയിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കളെയും കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ മഹത്വത്തിൻ സാന്നിധ്യം ഇറങ്ങി വരുന്ന അത്ഭുതത്തിന്റെ മണിക്കൂറുകളാണിത്. ശുദ്ധീകരിക്കുന്ന അഗ്നിയായി നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് കത്തിപ്പടരുകയാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വളരെ ആനന്ദത്തോടെ കരമടിച്ച് നമ്മൾ ഈശോയെ പാടി മഹത്വപ്പെടുത്തുകയാണ്. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. വരിക വരിക പരിശുദ്ധാത്മാവേ, ജനലക്ഷങ്ങളിൽ കത്തിപ്പടരണമേ, സാത്താൻ അടിസ്ഥാനങ്ങളെ ചിന്ന ഭിന്നമാക്കണമേ. ഹബിയ ഹബിയ ഹബിയ. കരങ്ങൾ താഴ്ത്തിയടിച്ച് ആത്മാവാം അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ഒന്ന് കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ വചനത്തീയിൽ ശുദ്ധീകരിക്കണമേ. ആത്മാവാം അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ഇരുകരങ്ങളും ഉയർത്തി സ്വതന്ത്രമായി സ്വരമുയർത്തി നമ്മെ ശുദ്ധീകരിക്കുന്ന കർത്താവിന് നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് കർത്താവേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ദഹിപ്പിക്കുന്ന അഗ്നിയായി, ശുദ്ധീകരിക്കുന്ന തീയായി പതിനായിരങ്ങളിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പാപ അടിസ്ഥാനങ്ങളെ തകർക്കണമേ. ശാപഗ്രസ്തമായ സ്വാധീനങ്ങളെ കത്തിച്ചാരമാക്കണമേ. നന്ദി കർത്താവേ, അങ്ങ് വരുന്ന അഭിഷേകത്തിനായി നന്ദി, അങ്ങ് നൽകുന്ന വിടുതലിനായി നന്ദി, സൗഖ്യത്തിനായി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു നിമിഷം മുട്ടുകുത്തി ഇരുകരങ്ങളും പുറമായും വിരിച്ചു പിടിച്ച് ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന സകല ആത്മാക്കളുടെ നിത്യജീവനായി, നിത്യരക്ഷ പ്രാപ്തിക്കായി കർത്താവായ ക്രിസ്തുവിന്റെ കുരിശിലെ ബലിയുടെ യോഗ്യതകളിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയിലേക്ക് അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിറകണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞ് ഹൃദയം നുറുങ്ങി പാടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ, തലമുറകൾ അഭിഷേകം ചെയ്യണമേ, വംശപരമ്പരകളെ സൗഖ്യമാക്കണമേ. ബ്ലെസ് ബ്ലെസ് ലോർഡ്. നിത്യപിതാവേ, കൈക്കൊള്ളണമേ, ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ നിൻ തിരുസുതനാ ഈശോ വഴിയാ ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ. അബാ പിതാവേ, കരുണയായിരിക്കണമേ.
സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളെയും നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കണമേ. ലോകമെമ്പാടുമുള്ള സകല പാപികളെയും മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. നിൻ തിരുസുതനാ കർത്താവേ, കരുണ 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 വർഷിക്കണമേ. ദൈവ കരുണയുടെ തീമളയ ശുദ്ധീകരണ ആത്മാക്കൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാതെ സങ്കടം അനുഭവിക്കുന്ന എല്ലാ അനാഥാത്മാക്കൾക്കായി നിൻ തിരുസുതനാ ഈശോ വഴിയാ കൈക്കൊള്ളണമേ പ്രാർത്ഥനകൾ. കൈക്കൊള്ളണമേ കരുണ 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 കരുണ. പരിശുദ്ധ അമ്മയുടെയും ശൗസപിതാവിന്റെയും മധ്യസ്ഥതയുടെ യോഗ്യതയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയിൽ എല്ലാ വിശുദ്ധരുടെയും സുഹൃത ഫലങ്ങളുടെ യോഗ്യതകളാൽ പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിലെ സകല ആത്മാക്കളും നിത്യജീവൻ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരുണയുടെ അമ്മേ, അമ്മയുടെ മാധ്യസ്ഥ ഞങ്ങൾ തേടുകയാണ്. ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥനയുടെ ആത്മാവിൽ നയിക്കപ്പെടുവാൻ ഞങ്ങൾ മരിച്ചുപോയ കുടുംബാംഗങ്ങൾക്കും ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കുമായി ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ശുദ്ധീകരണ സ്ഥലം അഥവാ അന്തിമ ശുദ്ധീകരണത്തെക്കുറിച്ചാണ്. അന്തിമ ശുദ്ധീകരണത്തെക്കുറിച്ച് വളരെ ഹൃദയവിശാലതയോടെ യാതൊരു മുൻവിധിയും കൂടാതെ പരിശുദ്ധാത്മാവ് നൽകുന്ന വചനങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുക. ഇന്ന് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുകയും സംശയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ വിശ്വാസ സത്യമാണ് ശുദ്ധീകരണ സ്ഥലവും ശുദ്ധീകരണ ആത്മാക്കളും. സാധാരണക്കാരും പണ്ഡിതന്മാരും വൈദികരും സഭയുടെ വിശ്വാസ സത്യങ്ങൾ പഠിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ പോലും സംശയിക്കുന്ന ഒരു വിഷയമാണ് ശുദ്ധീകരണ സ്ഥലം അഥവാ അന്തിമ ശുദ്ധീകരണം. കുറച്ച് വർഷങ്ങളായി സ്വർഗ നരക ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ സഭയിൽ കുറഞ്ഞു വരികയാണ്. അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. പ്രത്യേകിച്ച് നിരീശ്വര കമ്മ്യൂണിസ്റ്റ് പ്രത്യയ ശാസ്ത്രങ്ങളുടെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നുള്ള ആ തെറ്റായ ചിന്താഗതി ലോകം മുഴുവൻ പടർന്നു പിടിച്ചപ്പോൾ ലോക ജീവിതത്തിന് അപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒന്നല്ല സഭ. ലോകത്തെക്കുറിച്ചും ഭൂമിയിലെ മനുഷ്യൻ്റെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളെക്കുറിച്ചൊക്കെ സഭ ചിന്തിക്കുന്നുണ്ട് എന്ന് ലോകത്തിന് മുൻപിൽ കാണിക്കുവാൻ വേണ്ടി പലപ്പോഴും ഈ വിശ്വാസ സത്യങ്ങളിൽ നിന്ന് നമ്മൾ അനേക പുറകോട്ട് മാറിയിട്ടുണ്ട്. സ്വർഗ നരക ശുദ്ധീകരണ സ്ഥലങ്ങൾ വെറും ഒരു കെട്ടുകഥയല്ല. ഇന്ന് അനേകർ പറയുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ മനുഷ്യൻ നന്നായി ജീവിക്കുവാൻ മതം കണ്ടുപിടിച്ച ഒരു സൂത്രമാണ്, ടെക്നിക്കാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനവും സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളും വിശുദ്ധരുടെ ജീവിത സാക്ഷ്യങ്ങളും ഒരുപോലെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗ നരക ശുദ്ധീകരണ സ്ഥലങ്ങൾ ഒരു കെട്ടുകഥയല്ല, ഒരു മിഥ്യയല്ല, അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. വലിയ യാഥാർത്ഥ്യമാണ്. ഈ ലോകത്തിൽ നിന്നുള്ള നമ്മുടെ കടന്നുപോകൽ, മരണം,
അതാർക്കും മാറ്റാൻ പറ്റാത്ത ഒന്നാണ്. സകല മനുഷ്യർക്കും ഒരുപോലെയുള്ള ഒന്നാണ് മരണം. മരണത്തോടുകൂടി നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ അവസാനിക്കുകയില്ല. മരണത്തോടുകൂടി എല്ലാം തീരുകയില്ല. മരണം വെറും ഒരു കവാടം മാത്രമാണ്. നിത്യതയിലേക്കുള്ളൊരു കവാടമാണ് മരണം. സ്വർഗത്തെക്കുറിച്ച് എന്താണ് സഭ പറയുന്നത്? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായ സഭ പറയുകയാണ്. 1023 ഖണ്ഡികയിൽ ദൈവത്തിൻ്റെ കൃപയിലും സൗഹൃദത്തിലും പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കൾ എന്നേക്കും ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നു. ഇതാണ് സ്വർഗം, ഇതാണ് നിത്യ സൗഭാഗ്യം. എന്നാൽ സ്വർഗത്തിലേക്ക് പോകുന്ന ആത്മാക്കൾ വളരെ വളരെ വിരളമാണ്. അത്രമാത്രം പുണ്യപൂർത്തി ആർജിച്ച വിശുദ്ധാത്മാക്കൾ മാത്രമാണ് മരണശേഷം നേരിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നുള്ളൂ. നരകത്തെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിക്കുകയാണ്. 1035 ഖണ്ഡികയിൽ മാരക പാപത്തിൽ മരിച്ചുപോയ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നരകത്തിൽ നിബന്ധിക്കുന്നു. ബോധപൂർവം മാരക പാപം ചെയ്ത് അനുതപിക്കാതെ പാപബോധമില്ലാതെ ഈ ലോകം വിട്ടുപോയ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നരകത്തിൽ നിബന്ധിക്കുന്നു. നരകത്തിൻ്റെ അസ്തിത്വം കത്തോലിക്ക സഭയുടെ മതബോധനം അംഗീകരിക്കുന്നുണ്ട്. നരകത്തിലേക്കും കുറെ ആളുകൾ പോകുന്നു. എന്നാൽ ഇതിൻ്റെ നടുവിൽ അനേകർ കർത്താവിനോടൊപ്പം മഹത്വത്തിൽ വാഴുവാൻ ദൈവമൊരുക്കിയ തൻ്റെ മഹാകരുണയുടെ അടയാളമാണ് ശുദ്ധീകരണ സ്ഥലം. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് സഭ എന്താണ് പഠിപ്പിക്കുന്നത്? കത്തോലിക്ക സഭയുടെ മതബോധനം 1030-31 ഖണ്ഡികകളിൽ സഭ വ്യക്തമായി പറയുകയാണ്. ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായി തീരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു. വളരെ വ്യക്തമായി 3 കാര്യങ്ങൾ സഭ എടുത്തു പറയുകയാണ്. ഒന്ന്, ദൈവത്തിന്റെ കൃപാവരത്തിൽ ഈ ലോകത്തിൽ ജീവിച്ചവരെ. 2, ദൈവത്തിന്റെ സൗഹൃദത്തിൽ ഈ ലോകത്തിൽ ജീവിച്ചവരെ. 3, പരിപൂർണമായും വിശുദ്ധീകരിക്കപ്പെടാത്തവരെ. അവരാണ് ശുദ്ധീകരണ സ്ഥലത്തിലോട്ട് പോകുന്നത്. നമുക്കറിയാം, തിരുസഭ നവംബർ മാസം, ഈ മാസം ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ നവംബർ മാസത്തിൽ ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതും അവർക്ക് വേണ്ടി ഏറെ പ്രാർത്ഥിക്കുന്നതും വളരെ അനുഗ്രഹദായകമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. കർത്താവിൻ്റെ മഹാകരുണയുടെ അടയാളമാണ് ശുദ്ധീകരണ സ്ഥലം. പല വ്യക്തികളും ഇപ്രകാരം ചോദിക്കാറുണ്ട്, ബൈബിളിൽ ശുദ്ധീകരണ സ്ഥലം പറഞ്ഞിട്ടുണ്ടോ? വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലം അതിൽ കാണുന്നില്ല. അത് മിഥ്യയല്ലേ? അത് വെറും സാങ്കല്പികമായിട്ടുള്ള ഒരു അനുഭവമല്ലേ? പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ശുദ്ധീകരണ സ്ഥലം എന്ന് കൃത്യമായി ബൈബിളിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ശുദ്ധീകരണത്തിൻ്റെതായ അടയാളങ്ങളും സൂചനകളെല്ലാം വളരെ ആധികാരികമായി തന്നെ കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പഴയ നിയമസഭയിൽ നമുക്ക് കാണാം, അവർ തങ്ങളെ മരിച്ചുപോയ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും മരിച്ചവരോടുള്ള തങ്ങളുടെ കടമകൾ വളരെ കൃത്യതയോടുകൂടി നിർവഹിക്കുന്നതും. മഖാബയരുടെ 2-ാം പുസ്തകം 44-45 വചനങ്ങളിൽ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. മരിച്ചവർ ഉയർപ്പിക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ദോഷത്വവുമാകുമായിരുന്നു. എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണമായ ഒരു ചിന്തയാണ്. അതിനാൽ
മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. ഈ തിരുവചനത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളോട് എന്താണ് കർത്താവ് സംസാരിക്കുന്നത്? യൂദാ മക്കേബൂസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം മുഴുവൻ തങ്ങളുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയാണ്, അവർ ബലിയർപ്പിക്കുകയാണ്. കാരണം അവർക്ക് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. ഇന്ന് ലക്ഷക്കണക്കിന് ആത്മാക്കളാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിച്ചു കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും വ്യക്തതയില്ലായ്മ മൂലം ഇന്ന് അനേകർ ശുദ്ധീകരണത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. പ്രവാചകനായ മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 2-3 വചനങ്ങളിൽ വചനം ആവർത്തിക്കുകയാണ്. അവിടുന്ന് ഉലയിൽ അഗ്നി പോലെയും അലുക്കുകാരന്റെ കാരം പോലെയുമല്ലേ. നമ്മുടെ കർത്താവിൻ്റെ വ്യക്തമായ സ്വഭാവം ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ ദൈവം ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരന്റെ കാരം പോലെയുമല്ലേ. ഈ അഗ്നിയാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. ശുദ്ധീകരണ സ്ഥലം ഇല്ലെങ്കിൽ നമ്മളിൽ അധികം പേരും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 14 മാർപ്പാപ്പ തന്റെ സഭാഭരണ കാലത്ത് പുറപ്പെടുവിച്ച മനോഹരമായ ചാക്രിക ലേഖനമാണ് മലയാളത്തിൽ പ്രത്യാശയിൽ രക്ഷ. ഈ ചാക്രിക ലേഖനത്തിൽ അന്ത്യവിധിയെക്കുറിച്ചും സ്വർഗനരക ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചൊക്കെ മാർപ്പാപ്പ അതിൽ വളരെ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ പിതാവ് ഇപ്രകാരം പറയുകയാണ്: സ്വർഗത്തിൽ പോകുന്നവരുടെ എണ്ണം വളരെ വിരളമാണ്, നരകത്തിൽ പോകുന്നവരും ഇതുപോലെ തന്നെയാണ്. എന്നാൽ ശുദ്ധീകരണ സ്ഥലം ഇല്ലായിരുന്നുവെങ്കിൽ അനേകരുടെ അവസ്ഥ വളരെ ദുരന്തപൂർണമാകുമായിരുന്നു. ശുദ്ധീകരണ സ്ഥലം ഉണ്ടെന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ പിതാവ് ഉറപ്പിച്ച് പ്രസ്താവിക്കുകയാണ്. അത് വെറും ഒരു ഭാവന സൃഷ്ടിയല്ല. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ശുദ്ധീകരണ സ്ഥലത്തിലോ ശുദ്ധീകരണ ആത്മാക്കളിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, അത് വെറും ഒരു ഭാവന സൃഷ്ടിയല്ല. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന തൻ്റെ കരുണയുടെ അനുഭവമാണ് ശുദ്ധീകരണ സ്ഥലം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 15-ാം വചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്: ആരുടെ പണി അഗ്നിക്ക് ഇരയാകുന്നുവോ അവർ നഷ്ടം സഹിക്കേണ്ടി വരും, എന്നാൽ അഗ്നിയിലൂടെ എന്നവണ്ണം അവർ രക്ഷ പ്രാപിക്കും. നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഈ വചനം. അപ്പോസ്തലനായ പൗലോസ് വളരെ കൃത്യതയോടുകൂടി ദൈവജനത്തെ പഠിപ്പിക്കുകയാണ്. അഗ്നിയിലൂടെ എന്നവണ്ണം അവർ രക്ഷ പ്രാപിക്കും. അഗ്നിയിലൂടെ എന്നവണ്ണം. ഈ അഗ്നി ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്. നമ്മുടെ ദൈവം ശുദ്ധീകരിക്കുന്ന തീയാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനങ്ങളെല്ലാം ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ശുദ്ധീകരണ അനുഭവത്തെക്കുറിച്ച്. മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അത് ദൈവസന്നിധിയിൽ വളരെ വിലയുള്ളതാണ്, സ്വീകാര്യമാണ്. നമ്മൾ മനസ്സിലാക്കുക. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 33-ാം വചനത്തിൽ വളരെ ശക്തമായ ഭാഷയിലാണ് വചനം പറയുന്നത്: മരിച്ചവരോടുള്ള കടമ നീ മറക്കരുത്. നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങേണ്ട തിരുവാക്യമാണിത്. മരിച്ചവരോടുള്ള കടമ നീ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളിലൂടെയെല്ലാം ആവർത്തിച്ച് എന്താണ് കർത്താവ് പഠിപ്പിക്കുന്നത്? മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വളരെ അത്യന്താപേക്ഷിതമാണ്. സഹനസഭയിലായിരിക്കുന്ന അവർക്ക് വേണ്ടി സമരസഭയിൽ അംഗങ്ങളായ നമ്മൾ ത്യാഗം ഏറ്റെടുത്ത് സഹനങ്ങൾ സ്വീകരിച്ച് പരിത്യാഗ പ്രവൃത്തികൾ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ നിത്യരക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ അവർക്ക് സാധ്യമാകുമെന്ന് ദൈവത്തിൻ്റെ വചനവും സഭാപിതാക്കന്മാരുടെ പ്രബോധനവും വിശുദ്ധരുടെ ജീവിത സാക്ഷ്യങ്ങളും നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഈ നൂറ്റാണ്ടിന്റെ വിശുദ്ധനും പഞ്ചശതധാരിയുമായ വിശുദ്ധനായ പേതറോ പിയോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വിശുദ്ധനാണ്. നിങ്ങളിൽ അനേകർക്ക് പേതറോ പിയോ ഇഷ്ടമാണ്. തൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ശുദ്ധീകരണ ആത്മാക്കളുമായി വിശുദ്ധന് ബന്ധമുണ്ടായിരുന്നു.
താൻ വളർന്ന് വൈദികനായി പരിശുദ്ധ കുർബാനയിലൂടെയും കുമ്പസാരം എന്ന കുദാശയിലൂടെയും മറ്റ് ആത്മീയ ശുശ്രൂഷകളിലൂടെയും അനേകം ആത്മാക്കളെ നിത്യരക്ഷയിലേക്ക് നയിച്ച വലിയൊരു വിശുദ്ധനാണ് പേതറോ പിയോ. ഒരു ദിവസം അദ്ദേഹം ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവാലയത്തിൻ്റെ അൾത്താര ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് പേതറോ പിയോയ്ക്ക് തോന്നി, ഇത് ഫാദർ ലിയോൺ അല്ലേ? അദ്ദേഹം ഓടിച്ചെന്ന് ഫാദർ ലിയോണോട് പറഞ്ഞു, ലിയോൺ, ഇപ്പോൾ അത്താഴത്തിനുള്ള സമയമല്ലേ, എന്തുകൊണ്ടാണ് ഈ അൾത്താര ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്? പെട്ടെന്ന് ആ വ്യക്തി പറഞ്ഞു, ഞാൻ ഫാദർ ലിയോൺ അല്ല, വർഷങ്ങൾക്ക് മുൻപ് ഈ സന്യാസ ഭവനത്തിൽ നോവിഷ്യേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് ശുദ്ധീകരണ സ്ഥലത്തിലാണ്. പേതറോ പിയോ ചോദിച്ചു, എന്തു പറ്റി? അദ്ദേഹം പറഞ്ഞു, എൻ്റെ നോവിഷ്യ കാലത്ത് അൾത്താര വൃത്തിയാക്കുവാനും ഒരുക്കുവാനുമുള്ള ശുശ്രൂഷയാണ് എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരുന്നത്. പലപ്പോഴും സക്രാരിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം വേണ്ടവിധം അനുഭവിച്ച് അതിനാദരിക്കാതെ അനാദരവോടെ ഞാൻ പെരുമാറിയത് മൂലം ശുദ്ധീകരണ സ്ഥലത്തിൽ ഞാൻ വർഷങ്ങളായി വേദന അനുഭവിക്കുകയാണ്. എന്നാൽ കർത്താവിൻ്റെ അനന്തമായ കരുണയാൽ അങ്ങയുടെ പ്രാർത്ഥന തേടുവാൻ കർത്താവിനെ അനുവദിച്ചിരിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വിശുദ്ധനായ പേതറോ പിയോ പറയും, നാളത്തെ എൻ്റെ കുർബാനയിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് തൻ്റെ നിത്യമഹത്വത്തിലേക്ക് നാളെ നിന്നെ പ്രവേശിപ്പിക്കും. വിശുദ്ധനായ പേതറോ പിയോ ഇത് പറഞ്ഞ നിമിഷത്തിൽ ആത്മാവ് വലിയ സ്വരത്തിൽ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. ആത്മാവ് പറഞ്ഞു, ഇതെനിക്ക് സഹിക്കാൻ വയ്യ. വിശുദ്ധനായ പേതറോ പിയോ പിന്നീട് സാക്ഷ്യപ്പെടുത്തി, അത് തൻ്റെ ആത്മാവിൽ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കി. അദ്ദേഹം പിന്നീട് സാക്ഷ്യപ്പെടുത്തുകയാണ്, ശുദ്ധീകരണ സ്ഥലത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളെക്കാളും സഹനങ്ങളെക്കാളും അതികഠോരമാണെന്ന് പിന്നീട് വിശുദ്ധൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയ സഹോദര സഹോദരി, ഇത് വെച്ച് കെട്ടി പറയല്ല, നിങ്ങളെ ഒന്ന് കിളിപ്പെടുത്താൻ വേണ്ടി പറയല്ല. എൻ്റെ വ്യക്തിപരമായ അനുഭവം ഞാനൊന്ന് പങ്കുവെക്കട്ടെ. ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചുള്ള കൂടുതൽ ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചപ്പോൾ ഞാൻ എൻ്റെ കൂട്ടായ്മയോടൊപ്പം എൻ്റെ കുടുംബത്തോടൊപ്പം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുവാനും ധ്യാനങ്ങളിലും കൺവെൻഷനുകളിലൊക്കെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത ദൈവജനത്തെ ഉദ്ബോധിപ്പിക്കുവാനും തുടങ്ങിയതിനു ശേഷം അത്ഭുതകരമായ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കർത്താവെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ മണ്ഡലങ്ങളിൽ, എൻ്റെ കുടുംബത്തിൽ സംഭവിക്കുന്നത് കാണുവാൻ എനിക്ക് കഴിഞ്ഞു. നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കണം. നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ത്യാഗപ്രവർത്തികളിലൂടെ, നമ്മുടെ സഹനങ്ങളിലൂടെ ശുദ്ധീകരണ ആത്മാക്കളെ നമ്മൾ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കണം. അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നാമതായി നമ്മൾ അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുക. രണ്ടാമതായി നമ്മൾ അവർക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുക. 1200 കാലഘട്ടങ്ങളിൽ സഭയിൽ ജീവിച്ച വലിയൊരു വിശുദ്ധയാണ് വിശുദ്ധയായ ജത്രൂത്ത്. ജത്രൂത്തിനെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, മനോഹരമായൊരു പ്രാർത്ഥന വിശുദ്ധയെ പഠിപ്പിക്കുകയാണ്. ആ പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കർത്താവ് വിശുദ്ധ ജത്രൂത്തിന് കൊടുത്ത വാഗ്ദത്തം ഇതാണ്: ഓരോ പ്രാവശ്യവും വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന നീ ചൊല്ലുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് 1000 ആത്മാക്കളെ ഞാൻ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഒപ്പം ഈ ലോകത്തിലുള്ള 1000 പാപികളെ ഞാൻ മാനസാന്തരത്തിലേക്ക് നയിക്കും. എന്തുമാത്രം അത്ഭുതകരമായ വാഗ്ദത്തമാണിത്! പ്രിയ സഹോദര സഹോദരി, നമ്മളിത് വിശ്വസിക്കണം. പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കുക, സാധിക്കുന്നവർ എഴുതിയെടുക്കുക, അനേകരത് പഠിപ്പിക്കുക, അനേകരോട് പങ്കുവെക്കുക. അത് വലിയ സുവിശേഷ വേലയാണ്. നിത്യപിതാവേ, അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏകരക്ഷകനും കർത്താവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധമായ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് വെച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കു വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള സകല പാപികൾക്ക് വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും
എൻ്റെ കുടുംബത്തിലും തലമുറകളിലുമുള്ള സകല പാപികൾക്ക് വേണ്ടിയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ഇപ്പോൾ 1000 ആത്മാക്കൾ ഈശോ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഈ ലോകത്തിലുള്ള 1000 പാപികൾ ഈശോ മാനസാന്തരത്തിലോട്ട് നയിച്ചു. അങ്ങനെയാണെങ്കിൽ മഹത്വത്തിൻ സാന്നിധ്യം എന്ന ശുശ്രൂഷയിൽ 10,000ങ്ങളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് ആത്മാവിൻ്റെ ഐക്യത്തിൽ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലിയാൽ ലക്ഷക്കണക്കിന് ആത്മാക്കളാണ് നിത്യജീവൻ പ്രാപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിനർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കി കർത്താവ് നൽകിയ വചനങ്ങളെ താഴ്മയോടെ സ്വീകരിക്കാം. ഒരു മുൻവിധിയുമില്ലാതെ ഹൃദയവിശാലതയോടുകൂടി പരിശുദ്ധാത്മ നൽകിയ ഈ ദൂതുകൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ശുദ്ധീകരണാത്മാക്കൾക്കായി പ്രാർത്ഥിച്ചും ലോകമെമ്പാടുമുള്ള സകല ഭാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചും ആത്മനിറവിൻ്റെ ജീവിതം നയിക്കുവാൻ നമുക്കൊരുങ്ങാം. ശുക്രബാന അർപ്പിച്ച് ദാനധർമ്മങ്ങൾ ചെയ്ത് പരിത്യാഗ പ്രവർത്തികൾ ചെയ്ത് ചില സഹനങ്ങൾ ഏറ്റെടുത്ത് തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ എല്ലാ ദിവസവും ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിന് വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളെയും നമ്മുടെ സകല പ്രാർത്ഥന വിഷയങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ഈയപ്പം ഭക്ഷിപ്പോരെന്നെന്നും ജീവിക്കും. ഈയപ്പം ദൈവം. മഹത്വപൂർണനായ ദൈവം ഈ അൾത്താരയിൽ ദിവ്യകാരുണ്യമായി കടന്നു വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനായി ദാഹാർത്ഥരായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചു. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചും കർത്താവ് നൽകിയ എല്ലാ നല്ല ബോധ്യങ്ങൾക്കായി നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ കുർബാന മുമ്പിൽ മുട്ടുമടക്കി ഇരുകരങ്ങളെ യാചനാപൂർവ്വം തുറന്നു പിടിക്കാം. ശുദ്ധീകരണ സ്ഥലത്തിലെ സങ്കടം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളെയും കർത്താവിൻ്റെ കരുണയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെയും ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇത് വലിയ സൗഖ്യത്തിന് നിമിഷങ്ങളാണ്. ദൈവികമായ ഇടപെടലുകൾ നമ്മുടെ കുടുംബങ്ങളിലും തലമുറകളിലും കർത്താവ് പകരുന്ന അത്ഭുതത്തിന്റെ മണിക്കൂറുകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളിൽ അഭിഷേകം പകരണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ഇരുകരങ്ങളും ഉയർത്തി നമ്മുടെ മധ്യേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അടയാളങ്ങളാൽ വചനങ്ങളെ സ്ഥിരീകരിക്കുന്ന കർത്താവിന്റെ പരിശുദ്ധമായ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. വർഷങ്ങളായി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ചില വിഷയങ്ങളുടെ മേൽ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുന്ന അഭിഷേകത്തിന് മണിക്കൂറുകൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. അത്ഭുതത്തിന്റെ ദൈവമേ, 10,000ങ്ങളിൽ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ, തലമുറകളെ, വംശപരമ്പരകളെ വിശുദ്ധീകരിക്കണമേ, സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബ വൃക്ഷത്തെ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അങ്ങനെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും നിത്യമഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ
മഹത്വമേ മഹത്വമേ